സ്കെച്ച് ട്യൂട്ടോറിയലിൻ്റെ പാർട്ട് 3 വീഡിയോ ആണ്. മുൻപ് ഞാൻ സെക്കൻഡ് പാർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കാണാത്തവർ അത് കണ്ടിട്ട് ഇത് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലാസ്റ്റ് വീഡിയോയിൽ സ്കിൻ കളറായിരുന്നു സ്ക്രിബിൾ ഇടുന്നത്. ഈ വീഡിയോയിൽ ബാക്കി ഭാഗങ്ങളാണ്. അതും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ലിപ്പിൻ്റെ അവിടെ കുറച്ച് ലൈറ്റ് വരുന്നുണ്ട്, അവിടെ ഞാൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഞാൻ ഹൈലൈറ്റ്സ് നോക്കാം. ഇങ്ങനെയാണ് ഓൾമോസ്റ്റ് ഇടുന്നത്. ഇനി ഐയും ലിപ്പും ഉണ്ട്, ഹെയർ ഉണ്ട്, ഡ്രസ്സുണ്ട് ചെയ്യാൻ. ഇനി വേറെ ലെയർ ക്രിയേറ്റ് ചെയ്യാണ്. ഇനി നമ്മുടെ ലിപ്പും ഐയൊക്കെ നോക്കുകയാണ്, വരയ്ക്കുകയാണ്. ഇമേജ് ഞാൻ ഇമേജ് ഞാൻ പണ്ടത്തെ പോലെ തന്നെ ഹാർഡ് ലൈറ്റ് മാറ്റിയിട്ട് നോർമലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഐൻ്റെ കളർ നോക്കുമ്പോൾ ഒരു ഡാർക്ക് ഷെയ്ഡ് എടുക്കുക, ഡാർക്കല്ല ഗ്രേ കളർ, ഒരു ഗ്രേ കളർ എടുക്കുന്നുണ്ട്. ഗ്രേ കളർ എടുത്തിട്ട് വൈറ്റ് പോർഷൻസൊക്കെ ഗ്രേ കളർ കൊണ്ട് കവർ ചെയ്യാണ്. ഐയിലും അതേപോലെ 2-3 ലെയർ ഞാൻ ക്രിയേറ്റ് ചെയ്യും. ഇതേപോലെ മറ്റേ ഐയും ക്രിയേറ്റ് ചെയ്യണം. ആകെ പ്രാന്തായിട്ടുണ്ട് ഇങ്ങനെ വരച്ച് ഓക്കെ. ഓൾമോസ്റ്റ് ഐ ആയിട്ടുണ്ട്. അതിൻ്റെ അവിടെ വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട്, അവിടെ ഞാൻ ഈ ഗ്രേ കളർ ഒന്ന് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു ലൈറ്റ് കളർ വരുന്നുണ്ട്, അവിടെ ഞാൻ കൊടുക്കുകയാണ്. സെക്കൻഡ് ഐയിലും ഇതേപോലെ വൈറ്റ് കളർ വരുന്നുണ്ട്, അവിടെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് ഹൈഡ് ചെയ്ത് നോക്കാം. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഇതേപോലെ വേറെ ലെയർ ക്രിയേറ്റ് ചെയ്യുക. ഈ കളർ ഒന്നും കൂടെ നമ്മൾ ലൈറ്റാക്കി കൊടുക്കുക. കണ്ണിപ്പോൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഒരു ലെയർ കൂടെ ക്രിയേറ്റ് ചെയ്യണം. ഒന്നും കൂടെ നമ്മൾ ലൈറ്റാക്കി കൊടുക്കുകയാണ്. ഇനി ഒന്ന് കണ്ണിൻ്റെ ഉള്ളിലുള്ള ഭാഗം, ലെൻസിൻ്റെ ഉള്ളിലുള്ള ഒരു വൈറ്റ് കളർ ആണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, ഇതാണ് കണ്ണിപ്പോൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ലിപ്പിലേക്ക് പോകാം കേട്ടോ. ലിപ്പിൻ്റെ ഷെയ്ഡ് എടുക്കുകയാണ്. ലിപ്പിൻ്റെ ഷെയ്ഡ് ഇട്ടിട്ടുണ്ട്. ഇതും അതേപോലെ തന്നെ നമ്മൾ 4-5 ലെയർ എടുക്കേണ്ടി വരും. ബാക്കി ലെയേഴ്സൊക്കെ ഹൈഡ് ചെയ്യാണ്. പുതിയതായിട്ട് ലെയർ ക്രിയേറ്റ് ചെയ്തു. ഇനി സ്ക്രിബിൾ ചെയ്യാം. ലിപ്പിൻ്റെ ഫസ്റ്റ് ലെയർ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ലിപ്പിൻ്റെ ഷെയ്ഡ് വരുന്നത്. ഒന്ന് ഹൈഡ് നോക്കാം, എല്ലാ ലെയേഴ്സും സ്യൂട്ടബിൾ ആവുന്നുണ്ടോ നോക്കാം. ഇവിടെ ഫില്ലിംഗ് ഒക്കെ വരാനുണ്ട്. അത് പ്രീവിയസ് ആയിട്ടുള്ള ലെയേഴ്സിൻ്റെ ബാക്കിയാണത്, അവിടെ ഫില്ല് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് ബാക്കി ലെയേഴ്സ് ഹൈഡ് ചെയ്തു. ലിപ്പിൻ്റെ ലൈറ്റൻ കളറാണ് ഇനി ചെയ്യുന്നത്. ഒരു ലെയർ ക്രിയേറ്റ് ചെയ്തു, ലൈറ്റൻ ചെയ്യണം. ദെൻ സ്ക്രിബിൾ ചെയ്യാം. ഇനി ഈ ലൈനിന് കുറച്ച് ഗ്യാപ്പ് തോന്നുന്നുണ്ട്, അവിടെ ഞാൻ ഫസ്റ്റത്തെ ലിപ്പിൻ്റെ ലെയർ ഹൈഡ് ചെയ്യാണ്. സെക്കൻഡ് ലെയർ ക്ലിക്ക് ചെയ്തു, ഇമേജ് ഹൈഡ് അൺഹൈഡ് ചെയ്തു. എന്നിട്ട് ആ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാണ്. അത് കഴിഞ്ഞു. ഇനി ഒരു ലെയറും കൂടെ വേണം. കുറച്ചും കൂടെ ലൈറ്റൻ ചെയ്തു. താഴത്തെ ലിപ്പിലായിരിക്കും നമ്മൾ ഹൈലൈറ്റായിട്ട് നിൽക്കുന്നത്. ലൈറ്റൊക്കെ അടിക്കുമ്പോൾ താഴത്തെ ലിപ്പിലായിരിക്കും ഹൈലൈറ്റായിട്ട് വരുന്നത്. ആ കളറാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. ഓക്കെ, മുകളിൽ ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇനി ഒന്നും കൂടെ ലെയർ ക്രിയേറ്റ് ചെയ്യാണ്. കുറച്ചും കൂടെ ലൈറ്റൻ ചെയ്തു. ഇനി ലിപ്സിൻ്റെ ഹൈഡ് ചെയ്യാം കേട്ടോ. ഇമേജ് എടുത്തു. ഇവിടെ വൈറ്റ് കളർ പോർഷൻ വരുന്നുണ്ട്, അവിടേക്കാണ് ഈ കളർ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ബാക്കിയെല്ലാം അൺഹൈഡ് ചെയ്ത് നോക്കാം. കണ്ടോ, ലിപ്പിൻ്റെ ഏകദേശം ഫില്ലായിട്ടുണ്ട്. ഇനി ലിപ്പിൻ്റെ താഴെ വരുന്ന ഈ പോർഷൻസൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അത് നമ്മൾ ആദ്യത്തെ കളർ വെച്ചിട്ട് തന്നെ വേണം കേട്ടോ ചെയ്യാൻ. ഓക്കെ, അതൊന്ന് ചെയ്തിട്ട് വരാം. ഫേസിൻ്റെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഹെയർ കൊടുക്കണം. എല്ലാം ഞാൻ ഹൈഡ് ചെയ്തു. ലിപ്പും ഐയും എല്ലാതും ഞാൻ ഹൈഡ് ചെയ്യണം.
ഇമേജ് ഹൈഡ് ചെയ്തു. ഇനി ഇവിടെ ലൈറ്റ് അടിക്കുന്ന ഭാഗത്ത് ഗ്രേ കളർ കൊടുക്കുകയാണ് ഞാൻ. അത് കർവ് വരാൻ പ്രെഡിക്റ്റീവ് സ്ട്രോക്ക് അടിക്കുന്നുണ്ട്. ഇനി വരച്ച് നോക്കാം. ഹെയറിൻ്റെ ഹൈലൈറ്റിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഹെയർ വരുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് ബ്രൗൺ ഷെയ്ഡിലാണ്. സോ നമ്മൾ ബ്രൗൺ ഷെയ്ഡ് സെലക്ട് ചെയ്യുകയാണ്. ഇനി ബ്രൗൺ ഷെയ്ഡ് വരുന്ന ഭാഗത്ത് നമ്മൾ ലൈൻസ് വരച്ച് കൊടുക്കുക. അത് ഈ ഹൈലൈറ്റ് ചെയ്ത ലെയറിൻ്റെ തൊട്ട് താഴത്തെ ആയിട്ടായിരിക്കും വരയ്ക്കുന്നത്. കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചാൽ ഇതുണ്ടോ, ഇതിപ്പോൾ നമ്മൾ താഴെ ഹൈലൈറ്റ് ചെയ്തതിൻ്റെ താഴെയാണ് വരയ്ക്കുന്നത്. ഇനി ആ ലെയർ മുകളിലേക്ക് മാറ്റുമ്പോൾ ഹൈലൈറ്റ് ചെയ്ത ലെയറിന് മുകളിലേക്കാണ് വരുന്നത്. ഓക്കെ, ഹെയറൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. എന്തോ ഒരു അപാകതയൊക്കെ തോന്നുന്നില്ലേ? അത് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു പ്രശ്നമാണ്. സോ ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാണ്, ബ്ലാക്കിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഒരു കമ്മലിടാനുണ്ട്, അതേപോലെ ഡ്രസ്സിങ് നോക്കാനുണ്ട്. അതും ഇതേപോലെ ലെയേഴ്സൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഒരു ലെയർ കൂടി ക്രിയേറ്റ് ചെയ്യാണ്. അത് നമ്മൾ ഫസ്റ്റ് ലെയറിൻ്റെ താഴോട്ടായിട്ടാണ് ലെയർ ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം സ്കിന്നിൻ്റെ അണ്ടറിലായിട്ടാണ് ഡ്രസ്സ് വരയ്ക്കുന്നത്. ഓക്കെ, അൺഹൈഡ് ചെയ്തു. ഇപ്പോൾ റെഡ് കളറാണ്, റെഡ് കളർ സെലക്ട് ചെയ്തു. ഇനി റെഡ് കളർ സൈഡിലൊക്കെ റെഡ് കളർ ഫിനിഷ് ചെയ്യും. ഓക്കെ, ഡ്രസ്സിനൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ പെന്നിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ബ്രഷിൻ്റെ കപ്പാസിറ്റി കൂട്ടി വർക്ക് ചെയ്യാം. ഇതിപ്പോൾ 2.5ൻ്റെ മുകളിലേക്ക് ആക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, വരച്ചു. അങ്ങനെ റെഡ് കളർ ഷെയ്ഡും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കിയാലൊന്നും കാണാൻ പോകുന്നില്ല, കാരണം ബ്ലാക്ക് ആകുമ്പോൾ റെഡായി കാണുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് നമ്മൾ വൈറ്റ് ഡ്രസ്സാണ് കൊടുക്കുന്നത്. ലെയർ താഴോട്ടാക്കിയിട്ടുണ്ട്. ഇനി വൈറ്റ് ഡ്രസ്സ്, അതിന് മുന്നേ നമ്മളൊരു ഗ്രേ കളർ പോലത്തെ കളർ ചൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം. ഓക്കെ, കണ്ടോ, കളർ ചേഞ്ച് വരുമ്പോൾ കണ്ടോ കുറച്ച് റെഡൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഡ്രസ്സിൻ്റെ ഫസ്റ്റ് ലെയറും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ലെയറും കൂടെ ക്രിയേറ്റ് ചെയ്യാണ്. ഇതാണ് ഫസ്റ്റ് ലെയറിൻ്റെ അവസ്ഥ വരുന്നത്. ദെൻ നമ്മൾ സെക്കൻഡ് ലെയർ ക്രിയേറ്റ് ചെയ്യാണ്. സ്കിൻ ടോൺ ചെയ്ത പോലെ തന്നെ നമ്മൾ കളർ കുറച്ചും കൂടെ ലൈറ്റൻ ചെയ്യാണ്. ഇനി സ്ക്രിബിൾ ചെയ്ത് കൊടുക്കാം. അങ്ങനെ സെക്കൻഡ് ലെയറും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ലെയർ വരുമ്പോൾ കുറച്ചുകൂടി തിക്നെസ് കൂടിയിട്ടുണ്ട്. ഇതേപോലെ ഒരു ലെയറും കൂടി ക്രിയേറ്റ് ചെയ്യാണ്. കളറും ലൈറ്റൻ ചെയ്യാം. ഓക്കെ, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് വരയ്ക്കാം. ഇത് കുറച്ച് പാട് പെയ്തും കൈയൊക്കെ കുറച്ച് വേദനയൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് എല്ലാവരും അറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കണം. ഇത് എഡിറ്റിംഗ് അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടും ഇതൊക്കെ എത്ര സിമ്പിളാണെന്ന് പറയുമ്പോൾ ഇതൊന്ന് വരച്ച് തീരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഇതിൻ്റെ എഫേർട്ടും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഏകദേശം തേർഡ് ലെയർ ഡ്രസ്സിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് ഡ്രസ്സിൻ്റെ കളർ വരുന്നത്. റെഡിഷ് കുറച്ചും കൂടെ ബ്രൈറ്റൻ ആക്കാനുണ്ട്. സോ ഞാൻ റെഡ് സെലക്ട് ചെയ്യാണ്. കുറച്ചുകൂടെ ഡാർക്ക്നെസ് ലൈറ്റിങ് കൂട്ടുകയാണ്. പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്തു. ദെൻ ഒന്നും കൂടെ അതിൻ്റെ മുകളിലേക്ക് വയ്ക്കാം. ഇപ്പോൾ ഇവിടെയും കൂടെ ബാക്കിയുണ്ട്, അതും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കാം. റെഡിഷ് മുറിച്ച് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലൈറ്റിൻ കളർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഏകദേശം ആയിട്ടുണ്ട്. ഇനി ബിന്ദി കൊടുക്കാനുണ്ട്.
സോറി, അത് ലെയറിൻ്റെ മുകളിൽ കൊടുക്കണം. ബിന്ദി കാണുന്നില്ല, ഒന്നും കൂടെ ബിന്ദി കുറച്ചും കൂടി ലൈറ്റിനായിട്ട് കൊടുക്കാം കേട്ടോ. പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യുക, ലൈറ്റ് കളറാക്കി ഇവിടെ അടിച്ച് കൊടുക്കാം. ഓക്കെ, ഡ്രസ്സിൻ്റെ അവിടെ കുറച്ച് ഗോൾഡൻ വർക്ക് വരുന്നുണ്ട്, അപ്പോൾ ഇനി ഗോൾഡൻ വർക്ക് ചെയ്യാം. ഓക്കെ, അതിനു വേണ്ടി ഞാനെല്ലാ ഡ്രസ്സിൻ്റെയും വർക്കൊക്കെ ഹൈഡാക്കി. ഇനി ഇമേജ് അൺഹൈഡ് ചെയ്തു. അപ്പോൾ ഒരു കുറച്ച് ഏകദേശം ഒരു കുറച്ച് വർക്കുള്ളതാണ്. നമ്മൾ കമ്മലും ഇട്ട് പോയിട്ടുണ്ട്. സോ നമ്മൾ കമ്മലാണ് ആദ്യം വരയ്ക്കുന്നത്. ഓക്കെ, കമ്മൽ വരച്ച് കൊടുക്കാം. കമ്മൽ റൗണ്ട്സൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ ലൈറ്റ് ആൻഡ് കളർ യൂസ് ചെയ്യുന്നു. കമ്മലിൻ്റെ ഡിസൈൻ കുറച്ച് ഹെവി ആയിരുന്നു. സോ ഞാൻ എൻ്റേതായ രീതിയിൽ ഞാൻ ഡിസൈൻ ഉണ്ടാക്കുന്നുണ്ട്. ചില ഇമേജിൻ്റെ ക്ലാരിറ്റി അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പാടാണ് തോന്നിയാൽ നമ്മൾ ഓൺ ക്രിയേഷൻ ചെയ്യുക, അതേപടിയുള്ളൂ. ഓക്കെ, ഞാൻ ഇവിടെ ഒരു മുട്ടൊക്കെ വെച്ച് കൊടുക്കുന്നു. ഇനി അടുത്ത ലെയർ വരുമ്പോൾ കുറച്ചുകൂടെ ഡാർക്കനല്ല, ലൈറ്റിനായിട്ട്. എനിക്ക് ഡാർക്കൻ തന്നെ വരുന്നുള്ളൂ, ക്ഷമിക്കുക, അതെനിക്ക് പറയാനുള്ളൂ. കമ്മലിൻ്റെ ഡിസൈൻ കുറച്ച് ഹെവി ആയതുകൊണ്ട് ലാസ്റ്റ് ഞാൻ എൻ്റേതായ രീതിയിൽ കുറച്ച് വർക്കൊക്കെ ആഡ് ആക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് ഡ്രസ്സും കൂടെ അൺഹൈഡ് ചെയ്ത് നോക്കാം എന്താണ് അവസ്ഥ. മേച്ചുണ്ട്, കുഴപ്പമില്ല. ഇനി കുറച്ചും കൂടെ ലൈറ്റും ചേർക്കാം. ഒരു ലെയർ ക്രിയേറ്റ് ചെയ്തു, കളർ കുറച്ച് ലൈറ്റിനാക്കി. ഇനി നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, നോക്കി വെക്കാം, കുഴപ്പമില്ല. ബ്ലാക്കിഷ് കൂടുതലായിട്ട് വരുന്നുണ്ട്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ സ്ക്രിബിൾ ചെയ്ത് കൊടുക്കുകയാണ്, ഒരു ബ്രൗണിഷ് കളർ പോലെ കമ്മൽ കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് ലെയർ താഴേക്ക് മാറ്റിയിട്ടുണ്ട്. നോക്കി നോക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ കളർ കുറച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ കപ്പാസിറ്റി ഒന്ന് കുറച്ചെടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഗോൾഡൻ ഷെയ്ഡ് ഞാൻ വരയ്ക്കാൻ വിട്ടു പോയിട്ടുണ്ട്. ഒരു മുത്ത് വർക്കായിരുന്നു, അത് കുറച്ചൊരു ടഫായതുകൊണ്ട് ഞാൻ ഒന്ന് സ്ക്രിബിൾ ചെയ്യുന്നുള്ളൂ, ജസ്റ്റ് സ്ക്രിബിൾ ചെയ്യണം. ഗോൾഡൻ കളറാണ് വരുന്നത്, ഞാൻ ഒരു യെല്ലോയിഷ് ഗോൾഡ്. ഓക്കെ, മാച്ച് ആവുന്നുണ്ടോ? കുഴപ്പമില്ല. ഗോൾഡ് ഉണ്ടെന്ന് കാണിക്കുന്ന രീതിയിലൊരു യെല്ലോ സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഒരു 2 ലൈന് നോക്കുന്നു. കുറച്ചുകൂടെ ഒന്ന് കളർ കൂട്ടി കൊടുക്കാം. ഞാനൊരു ലെയർ മാത്രമേ വരയ്ക്കുന്നുള്ളൂ. സോ ഒന്ന് എടുത്ത് കാണാൻ വേണ്ടിയിട്ടുള്ളത് കളർ കൂട്ട്. ഞാൻ ഒരു ലൈനും കൂടെ ഇവിടെ വരയ്ക്കുന്നുണ്ട്. ഈ റെഡിഷ് വരുന്ന സ്ഥലത്താണ് വരയ്ക്കുന്നത്. നമ്മളൊരു സംഭവം വിട്ടുപോയി, മൂക്കുത്തി വരച്ചിട്ടില്ല. സോ ഒരു ലെയർ കൂടെ ക്രിയേറ്റ് ചെയ്തു, സൂം ചെയ്തിട്ടുണ്ട്. ഗോൾഡൻ കളറിനെ ഞാൻ കൊടുക്കുന്നത്. ഒരു ഫ്ലവർ പോലെ വരയ്ക്കാം. കുറച്ച് സ്റ്റോൺ വർക്കും കൂടെ ആവാല്ലേ. ഒരു ലെയറും ക്രിയേറ്റ് ചെയ്തു. യെല്ലോ കുറച്ചും കൂടെ ലൈറ്റിനാക്കി. ഏകദേശം സെയിം ഫിഗർ ആയിട്ടുണ്ട് തോന്നുന്നു. ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്യാനും അതേപോലെ എങ്ങനെയൊക്കെയാണ് നോക്കുന്നതെന്നൊക്കെ വരയ്ക്കുന്നതൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഞാനിപ്പോൾ എത്ര ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 ലെയേഴ്സ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ലോഗോ അല്ലെങ്കിൽ നമ്മളെ പേരൊക്കെ ആഡ് ചെയ്യാം. ഇമ്പോർട്ട് ഇമേജ് പോവാണ്. ദെൻ ഞാൻ ബ്രൗസറിൽ പോയിട്ട് എൻ്റെ പേര് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ടിക്ക് ഓപ്ഷൻ ചെയ്തു. ഇനി നമ്മൾ ഇമേജ് സേവ് ചെയ്യാം. മെനു ഓപ്ഷൻ പോവുക, സേവ് ക്ലിക്ക് ചെയ്യുക, സേവ് കറണ്ട് സ്കെച്ച്. നമ്മൾ വരച്ചത് സേവ് ആയിട്ടുണ്ട്. ഇത് ഗാലറിയിൽ ഉണ്ടായിരിക്കും. ഓക്കെ.